ജനവാസ മേഖലയിൽ വീണ്ടും പടയപ്പ എത്തിയിരിക്കുന്നു. നയമക്കാട് എസ്റ്റേറ്റിലാണ് പടയപ്പ വന്നത്. പശുവിന് നേരെ പാഞ്ഞെടുക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നു. കഴിഞ്ഞ ഒരാഴ്ചയായി കാട്ടാന ജനവാസ മേഖലയിൽ തുടരുകയാണ്. സുബിൻ കെ തോമസ് ചേരുന്നുണ്ട്. സുബിൻ, വീണ്ടും പടയപ്പ എത്തി പശുവിന് നേരെ പാഞ്ഞെടുക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ജീവിക്കാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജീവിക്കാൻ വയ്യാത്തൊരവസ്ഥ തന്നെയാണ് മൂന്നാറിലെ ജനങ്ങൾക്കും ഉള്ളത്. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കഴിഞ്ഞ ഒരാഴ്ചയായി കാട്ടാന ജനവാസ മേഖലയിലുണ്ട് എന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത്. ഇത്തരത്തിൽ ഈ ഒരു തോട്ടം മേഖലയിലൂടെ ആന ചുറ്റിത്തിരിക്കുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്നലെയോടുകൂടി ഇത്തരത്തിൽ ആന വീണ്ടും അക്രമ സ്വഭാവം എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പശുവിന് നേരെ പാഞ്ഞെടുക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. ഈ ആളുകളെയോ അല്ലെങ്കിൽ മറ്റു മൃഗങ്ങളെയോ കണ്ടാൽ ഇത്തരത്തിൽ ആന തുരത്തി ഓടിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഈ നയമക്കാട് എസ്റ്റേറ്റിലാണ് നിലവിൽ ഇപ്പോൾ പടയപ്പയുള്ളത്. ഈ മേഖല തോട്ടം മേഖലയാണ്. അതുകൊണ്ട് തന്നെ ഈ പകൽ സമയത്ത് ഈ തോട്ടം തൊഴിലാളികളെല്ലാം തന്നെ ഈ തോട്ടത്തിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇത്തരത്തിൽ ഈ പൊടുന്നനെ ആന പെട്ടെന്ന് ഈ അക്രമ സ്വഭാവം എടുക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ആളുകളും ഭയങ്കര ഭീതിയിലാണ്. അതുകൊണ്ട് ഈ ആനയെ തുരത്താനല്ലോ ഇവിടുന്ന് തുരത്താനുള്ള നടപടി വേണമെന്നുള്ള ആവശ്യം അവർ മുമ്പോട്ട് വയ്ക്കുന്നുണ്ട്. അത് വർഷങ്ങളായി മുമ്പോട്ട് വയ്ക്കുന്ന ആവശ്യമാണ്. പക്ഷേ ഇതുവരെ അതിന് യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോഴും വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ ഇടപെടൽ ഉണ്ടാകുന്നില്ല. ആനയെ ഈ ജനവാസ മേഖലയിൽ നിന്ന് തുരത്താനോ നിരീക്ഷിക്കാനോ വേണ്ടുന്ന ഒരു ഇടപെടൽ വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഒരു ആരോപണമായി ഉയർന്നു വരുന്നത്. ശരി, എന്തിനാണ് ഇങ്ങനെ ഒരു വനംവകുപ്പ് എന്ന് ഇപ്പോൾ സംസ്ഥാനത്തെ മിക്ക ജില്ലകളിലെയും ജനങ്ങൾ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. കാരണം അത്രയധികം അക്രമങ്ങൾ അല്ലെങ്കിൽ ഈ ഭീതി വിതച്ചുകൊണ്ടിരിക്കുന്നു. വന്യജീവികളുടെ ആക്രമണം കൂടുതലാകുന്നു. നാട്ടുകാർ പരാതിയുമായി രംഗത്ത് വരുന്നു. വിവരങ്ങൾ നൽകിയത് സുബിൻ കെ തോമസ്.